കണ്ണൂരിൽ പിടിയിലായ ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി റിമാൻഡിൽ. കൂത്തുപറമ്പ് മജിസ്ട്രേറ്റാണ് 14 ദിവസത്തേക്ക് ആയങ്കി റിമാൻഡ് ചെയ്തത്. തലശ്ശേരി സബ് ജയിലിലേക്ക് മാറ്റും. 14 റിമാൻഡ് ചെയ്തു. ഇവിടെ സബ് ജയിലിലേക്ക് മാറ്റും. തലശ്ശേരി സബ് ജയിലിലേക്ക്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അർജുനെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയത്. AK അഭിലാഷ് വിവരങ്ങളുമായി ചേരുകയാണ് കൂത്തുപറമ്പിൽ നിന്ന്. അഭിലാഷ്, ഇന്നിപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. കണ്ണൂരിൽ നിന്നുള്ള പോലീസ് എത്തി അവിടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ റിമാൻഡ് ആയതുകൊണ്ട് ഇനി ചട്ടപ്പടി മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. തീർത്തും അപ്രതീക്ഷിതമായ നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അർജുൻ ആയങ്കിയെ കോടതിയിൽ റിമാൻഡ് ചെയ്യുന്ന ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതോടുകൂടി കോടതിക്ക് മുമ്പിൽ മറ്റൊരു വഴിയില്ലാതെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്യാനൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നേരത്തെ എറണാകുളത്ത് നിന്ന് ഊന്നുങ്ങൽ പോലീസ് അടക്കം ഇവിടെ എത്തുകയും അതോടൊപ്പം തന്നെ കസ്റ്റഡിയിൽ വേണമെന്നുള്ള ആവശ്യം കോടതിക്ക് മുമ്പാകെ വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കോടതിക്ക് മുമ്പിൽ ഇത്തരമൊരു സാഹചര്യത്തിൽ റിമാൻഡ് ചെയ്യുക മാത്രമാണ് പോം വഴി. ഇനിയിപ്പോൾ എറണാകുളത്ത് വന്ന പോലീസ് കണ്ണൂർ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റ് റെക്കോർഡ് ചെയ്യണം. അതോടൊപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ നൽകണം. അതിനുശേഷം പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ചതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് കണ്ണൂരിൽ നിന്നും അല്ലെങ്കിൽ തലശ്ശേരിയിൽ നിന്നും ഇനി എറണാകുളത്തേക്ക് കൊണ്ടുപോകാൻ കഴിയൂ. അത് ഒരുപക്ഷെ 2-3 ദിവസം എടുക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അർജുൻ ആയങ്കിയുടെ അഭിഭാഷകൻ സ്വീകരിച്ച നിലപാടുകൾ അല്ലെങ്കിൽ തന്ത്രമാണ് ഇപ്പോൾ പോലീസിനെ സംബന്ധിച്ച് തിരിച്ചടിയായിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യങ്ങൾ പോലീസ് നേരത്തെ മുൻകൂട്ടി കരുതിയിരുന്നില്ല. ഇന്ന് തന്നെ എറണാകുളത്തേക്ക് കൊണ്ടുപോകാം എന്നായിരുന്നു കരുതിയത്. പ്രത്യേകിച്ചും കണ്ണൂരിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് എറണാകുളത്തെ അപേക്ഷിച്ച് നാമമാത്രമായ ഒരു കേസാണ്. അത്രത്തോളം ഗൌരവമുള്ള ഒരു കേസല്ല എന്നുള്ളതാണ് മാർട്ടിൻ ജോർജ് നൽകിയിരിക്കുന്ന പരാതി പ്രകാരം ആഭ്യന്തരമന്ത്രിയെ അപകീർത്തിപ്പെടുത്തി എന്നുള്ളതാണ്. ഈ കേസിൽ 2 വകുപ്പുകളാണ് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. 352A അതോടൊപ്പം തന്നെ കലാപശ്രമം അടക്കമുള്ള വകുപ്പുകളും IT ആക്ട് പ്രകാരമുള്ള മറ്റു വകുപ്പുകളുമാണ് ചേർത്തിയിരുന്നത്. സ്വാഭാവികമായും ജാമ്യം ലഭിക്കാവുന്ന കേസുകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ മാത്രമായിരുന്നു. അവിടെയാണ് അഭിഭാഷകൻ ജാമ്യാപേക്ഷ നൽകാതെ ഇത്തരത്തിലുള്ള നീക്കം നടത്തുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ തലശ്ശേരി സബ് ജയിലിലേക്കാണ് അർജുൻ ആയങ്കിയെ മാറ്റിയിരിക്കുന്നത്. 14 ദിവസത്തേക്ക് റിമാൻഡാണ് ഇപ്പോൾ നൽകുകയും ചെയ്തിരിക്കുന്നത്. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. 14 ദിവസത്തേക്ക് അർജുൻ ആയങ്കി റിമാൻഡിൽ.